ഞാൻ പണ്ടേ ആം ആദ്മി, സുരേഷ് ഗോപി. അണ്ണാ ഹസാരെയും കേജ്രിവാളും ആം ആദ്മിയൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ താൻ ആം ആദ്മിയാണെന്ന് സൂപ്പർ താരം സുരേഷ് ഗോപി. അവരൊക്കെ വരുന്നതിന് എത്രയോ മുമ്പ് തന്നെ എൻ്റെ കഥാപാത്രങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചതാണ്. അവരിപ്പോൾ പറയുന്നത് ഞാൻ പണ്ടേ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പണ്ടേ ആം ആദ്മിയായിരുന്നില്ലേ? വരുന്ന തിരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. ഒരു കലാപരിപാടിയുടെ കാര്യം പറയാനാണ് നടൻ സുരേഷ് ഗോപി പത്രസമ്മേളനത്തിലെത്തിയത്. പക്ഷേ താരം സിനിമയിലെന്ന പോലെ ഉഗ്രൻ ഡയലോഗുകളിലൂടെ നിലവിലുള്ള വ്യവസ്ഥിതിക്കെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുകയായിരുന്നു. താൻ രാഷ്ട്രീയത്തിലേക്ക് കടക്കുമെന്നും ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയാവും എന്നുമൊക്കെയുള്ള പ്രചരണങ്ങളിൽ കഴമ്പില്ല എന്ന് പറഞ്ഞ അദ്ദേഹം അത്തരം വിഷയങ്ങളിലെല്ലാം രാഷ്ട്രീയത്തിന്റെ അപജയത്തിലാണ് തനിക്ക് വിഷമമെന്നും പറഞ്ഞു. രാഷ്ട്രീയമല്ല, രാഷ്ട്രമാണ് പ്രധാനമെന്ന് നമ്മുടെ നേതാക്കളും മന്ത്രിമാരും മറക്കുന്നു. അതാണ് 67 വർഷമായിട്ടും നാം ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയ ഒരൊറ്റ പ്രധാനമന്ത്രിയെ ഇവിടെ ഉണ്ടായിരുന്നിട്ടുള്ളൂ. അടിയന്തരാവസ്ഥ പോലുള്ള ചില വീഴ്ചകൾ അവർക്കും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഉദ്യോഗസ്ഥ വൃന്ദത്തെ നിലയ്ക്ക് നിർത്താനും അഴിമതി ഇല്ലാതാക്കാനും ആ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞു. രാഷ്ട്രീയത്തിൽ ഞാൻ ആരാധിക്കുന്ന വിഗ്രഹം അവർ മാത്രമാണ്. ബാക്കി എല്ലാവരോടും എനിക്ക് പുച്ഛമാണ്. കൂടാതെ രാഷ്ട്രീയക്കാരുടെ വിഡ്ഢിത്തം കൊണ്ടാണ് അതിർത്തിയിൽ ഇപ്പോഴും ജവാന്മാർ വെടിവെച്ചുകൊണ്ടിരിക്കുന്നതെന്നും സുരേഷ് ഗോപി കുറ്റപ്പെടുത്തുന്നു. എല്ലാ ബജറ്റുകളും ജനങ്ങളെ പറ്റിക്കുന്നതാണ്. നികുതി പിരിക്കുകയല്ല, ജനത്തെ പിഴിയുകയാണ് എല്ലാവരും. റോഡ് നികുതി 15 വർഷത്തേക്ക് മുൻകൂട്ടി വാങ്ങുന്നു. എന്നിട്ടും നല്ലൊരു റോഡില്ല. ജനാധിപത്യത്തിന് ശക്തമായ പ്രതിപക്ഷം വേണം. അതും ഇവിടെ ഉണ്ടാകുന്നില്ല. രാഷ്ട്രീയത്തിൽ ഒരു നവോത്ഥാനം ഉണ്ടാകണം. ഡൽഹിയിലുണ്ടായത് അതിന്റെ പ്രതീകമാണ്. പക്ഷേ ആ മുന്നേറ്റത്തെ തകർക്കാൻ എത്ര സമർത്ഥമായിട്ടാണ് പലരും ശ്രമിക്കുന്നതെന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയത്തിൽ ഒരു പൊളിച്ചെഴുത്ത് വേണ്ട കാലം അതിക്രമിച്ചെന്ന് പറഞ്ഞ താരം നാട്ടിൽ പല കാര്യങ്ങളിലും സുതാര്യതയില്ല. പ്രസംഗമല്ല, പ്രവൃത്തിയിലാണ് കാര്യം. അഴിമതി കേസിൽ ജയിലിൽ പോയ കനിമൊഴി പിന്നീട് രാജ്യസഭയിലേക്ക് കടന്നു വരുന്നതും നാം കാണുന്നു. ഇന്ത്യയുടെ യുവനേതാവുമായി ഇത്തരം കാര്യങ്ങളിലൊക്കെ നേരിട്ട് സംസാരിക്കാൻ ഞാൻ ഒരുക്കമാണ് എന്നും അദ്ദേഹം പറഞ്ഞു നിർത്തി. ഓരോ പ്രധാന വാർത്തയും ഇന്ത്യ ക്ലിക്സിലൂടെ അറിയാൻ ഞങ്ങളുടെ ഫേസ്ബുക്കിലും ട്വിറ്ററിലും അംഗമാകും.